അവരിൽ നിന്ന് അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഇന്നലെ സംഭവഗതികൾക്ക് ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. കാരണം EDയുടെ പത്രക്കുറിപ്പ് നമ്മളെല്ലാവരും കണ്ടു. അതിൽ ഇതുവരെയുള്ള അന്വേഷണത്തെ ബലപ്പെടുത്തുന്നതും ആക്ഷേപങ്ങളെ ശരിവെക്കുന്നതുമായ ചില കാര്യങ്ങളാണ് ED ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് CPM ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനാണ് ഉത്തരം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ കേരള സർക്കാരിനോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അന്വേഷണം നേരത്തെ ആരംഭിച്ചതാണ്. ഈ ആക്ഷേപങ്ങൾ കേരളത്തിലെ വാർത്താമാധ്യമ രംഗങ്ങളിലും ജനങ്ങളുടെ ഇടയിലും അതിശക്തമായിട്ട് നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നു. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതിനുള്ള ഉത്തരങ്ങൾ വസ്തുതാപരമായിരിക്കണം. രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രതികരിക്കാം, പക്ഷേ അത് ജനങ്ങൾക്ക് വിശ്വാസമാകണമെന്നില്ല. രാഷ്ട്രീയ വേട്ടയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്നലത്തെ പത്രക്കുറിപ്പിലെ വസ്തുതകൾ നിഷേധിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. വീണ വിജയൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഇന്നലത്തെയൊക്കെ EDയുടെ പ്രസ്താവനയിൽ നിന്ന് മറനീക്കി വെളിച്ചത്ത് വരുന്നത്.